ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗൻരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിരണും കല്യാണിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ കല്യാണിക്ക് ഭയങ്കര പേടിയാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കിരൺ ചോദിക്കുകയാണ് എന്താന്ന്. അപ്പോൾ ഈ പോലീസുകാർ വരുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം ആലോചിച്ച് എൻ്റെ മനസ്സിലേക്ക് പേടി കടന്നു കൂടി കിരണേട്ട. ഇനി അതെങ്ങനെ പോകുന്നു എനിക്കറിയില്ല എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ നമ്മൾ ചെയ്തത് വളരെയേറെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് കല്യാണി. കാരണം നമ്മൾ അങ്ങനെ ഒരു കൃത്യം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാരെ വിളിക്കേണ്ടതായിരുന്നു. ഞാനത് വിളിക്കാതിരുന്നത് കല്യാണ സമയമല്ലേ, കല്യാണം കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ കൊണ്ട് അവനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കുഴിച്ചുമൂടി ഇട്ടത്. പക്ഷേ അതിപ്പോൾ ഒരു തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. പക്ഷേ എന്നാലും ഒരു ടെൻഷൻ ഉണ്ട് കല്യാണി. ഇതേ കിരണേട്ട, എനിക്കും ആകെ ടെൻഷൻ തോന്നുന്നു കിരണേട്ട. ഇനി അതെല്ലാം വിട്ടേര്. പക്ഷേ അതിനേക്കാളും വലിയൊരു കാര്യമുണ്ട്. ബകാസുരൻ അവനിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ അവൻ നമ്മുടെ എല്ലാ ശത്രുക്കളാണ്. അവന് ചിലരുടെയൊക്കെ ഭയങ്കര വൈരാഗ്യ, കൊല്ലണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക തന്നെയാണ്. ഒന്നാമത് തന്നെ എൻ്റെ അച്ഛൻ, രണ്ടാമത് നീയും. നിങ്ങൾ രണ്ടുപേരെയും കണ്ണിന് നേരെ കണ്ടൂടെ ഈ ബകാസുരന്. അതുകൊണ്ട് ബകാസുരൻ്റെ ആക്രമണം ഏത് സമയവും പ്രതീക്ഷിക്കും കല്യാണി. നീ പുറത്തു പോകുമ്പോഴും വരുമ്പോഴൊക്കെ സൂക്ഷിക്കണം കല്യാണി എന്നൊക്കെ പറയാം. കല്യാണിക്ക് അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു ടെൻഷനൊക്കെ തോന്നുകയും ചെയ്യാണ്. എന്ത് ചെയ്യാനാണ്, ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം നമ്മൾ സഹിച്ചേ മതിയാവുള്ളൂ. ഇതിൽ ഗംഗാപ്രസാദിൻ്റെ തലവേദന ഒഴിഞ്ഞു. ഇപ്പോഴേ ഒരുത്തം വന്നിറങ്ങിയിരിക്കുകയാണ്. പിന്നെ മനോഹർ, അവനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഒരു കാര്യം സോൾവ് ചെയ്യുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണും അതേപോലെ തന്നെ രതീഷും കൂടി രാവിലെ ആയപ്പോൾ തന്നെ ഈ വാക്കിങ്ങിന് പോയി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രതീഷ് പറയുകയാണ്, സാറേ നമ്മളിങ്ങനെ പുറത്തു കൂടി ഇറങ്ങി നടക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസ് നമ്മളുടെ ചുറ്റിനും കണ്ണുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനുണ്ട്. എന്താടാ രതീഷേ, നിനക്ക് പേടിയാണ്? നിന്നെ പോലീസൊന്നും പിടിച്ചുകൊണ്ട് പോകില്ലടാ. ഇത് ഇടുന്നപ്പോഴേക്കും എൻ്റെ പൊന്ന് സാറേ, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സാറെ പോലീസ് പിടിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല സാറേ. അത് എനിക്ക് നിർബന്ധമാണ്. കാരണം എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയാലും എൻ്റെ കുടുംബം നോക്കാനായിട്ട് സാറുണ്ടെന്നറിയാം. പക്ഷേ സാറിനെ പോലീസ് പിടിച്ചിട്ട് പോയാൽ ഞങ്ങളെല്ലാവരും വഴിയാതാരാവും സാറേ. അതുകൊണ്ട് ഒരു പോലീസിന് ഞങ്ങൾ സാറിനെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയണേടാ. ഒക്കെ കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ അവൻ ഗംഗാപ്രസാദ് എൻ്റെ മുറ്റത്ത് ഇങ്ങനെ ചീഞ്ഞ് നാറി അവിടെ അങ്ങനെ കിടക്കുകയാണല്ലോ. പക്ഷേ പോലീസുകാരത് പൊക്കൂല എന്നാണ് എൻ്റെ ഒരു അതിയായ ഒരു രീതിയിൽ. പക്ഷേ അവളില്ലേ, ആ സ്റ്റെഫി, അവൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അവൾക്കറിയാം ഞാനാണ് ഇതിന് പിന്നിലെന്ന്. അതുകൊണ്ട് അവൾ കേസ് അന്വേഷണം വിട്ടു പോകില്ല. ആ പോലീസുകാരനാണെങ്കിൽ കൈക്കൂലിയൊന്നും മേടിക്കാതെ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കുന്ന ഒരാളാണ് ആ പോലീസുകാരൻ. അതുകൊണ്ട് അതിൽ നിന്ന് അയാളെ ഒരു കാരണവശാലും പിന്തിരിപ്പിക്കാനേ പറ്റുകയോ ഇല്ല എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ നമ്മുടെ രാജപ്പണ്ണം വരുന്നു. അപ്പോൾ രാജപ്പണ്ണൻ ഹായ് സാറേ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ വരിക. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതാര്, രാജപ്പണ്ണനോ? എങ്ങനെയുണ്ട് രാജപ്പണ്ണ, ഇപ്പോൾ സുഖമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഈ രതീഷും സാറും കൂടിയാണല്ലോ എന്നെ ഭ്രാന്താശുപത്രി കൊണ്ട് ഷോക്ക് അടിപ്പിച്ചത്. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട് ഷോക്ക് അടിച്ചപ്പോൾ? ഷോക്ക് അടിച്ചതിന് ശേഷമേ ഞാനേ എൻ്റെ ചെവിലിരുന്ന ചെമ്പരത്തി പൂവില്ലേ അതങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞു എൻ്റെ സാറേ. പിന്നെ തലയിൽ നിന്ന് ഒരു കിളി പറന്നു പോയുള്ളൊരു അവസ്ഥയായിരുന്നു എനിക്ക്. അല്ല, അപ്പോൾ തലയിൽ വലിയൊരു മുള്ളുണ്ടായിരുന്നല്ലോ, ഒരു ആണി, അതെടുത്ത് കളഞ്ഞായിരുന്നു. പിന്നെ അല്ലാതെ ആ ആണി വലിച്ച് പറിച്ചെടുത്തങ്ങോട്ട് ഞാൻ കളഞ്ഞു. ഇപ്പോഴേ തലയ്ക്ക് നല്ലൊരു ആശ്വാസം. ഒറ്റ ഷോക്കല്ല അടിപ്പിച്ചുള്ളൂ. അതോടെ എൻ്റെ ബോധവും വിവരമൊക്കെ തിരിച്ചു വന്നു എൻ്റെ സാറേ. ഇനി രാജപ്പണ്ണൻ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സാറേ എങ്ങനെയെങ്കിലും ഒരു ജോലിയൊക്കെ സംഘടിപ്പിച്ച് നല്ല രീതിയിൽ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ രാജപ്പണ്ണൻ തരാനുള്ള അവരുടെ കയ്യിൽ നിന്നൊന്നും പൈസയൊന്നും മേടിക്കുന്നില്ലേ? എന്തിനാ സാറേ പൈസ ഒക്കെ മേടിക്കുന്നത്? അവർ കൊണ്ടേ തിന്നട്ടേന്നേ. കുറേ പൈസകളെല്ലാം ഞാൻ മേടിച്ചതിൻ്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ അനുഭവിച്ചത്. ഇനി അതൊന്നും വേണ്ട. നല്ലൊരു ജോലിയും കണ്ടെത്തി നന്നായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാൻ സാറോടൊരു കാര്യം ചോദിക്കട്ടെ, സാറിൻ്റെ കമ്പനിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരാനായിട്ട് പറ്റുമോ? എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. ഇത് കേട്ട രതീഷ് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല രാജപ്പണ്ണന് എന്ത് ജോലി അറിയാം? ഈ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ജോലി മാത്രമല്ലേ രാജപ്പണ്ണൻ അറിയുള്ളൂ. പിന്നെ എന്ത് ജോലിയാണ് രാജപ്പണ്ണൻ അറിയുക എന്നൊക്കെ പറഞ്ഞു. പോടെ രതീഷേ, നിനക്ക് അറിയില്ല എന്നെക്കുറിച്ച്. ഞാനേ ഏത് ജോലിയും ചെയ്യും. വേണമെങ്കിൽ വിറക് ചുമക്കണോ,
അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യണോ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും ജോലി. ഇതൊക്കെ ഇടയുമ്പോഴേക്കും അതൊന്നും വേണ്ട രാജപ്പെണ്ണ, ഞങ്ങളുടെ പുതിയൊരു വില്ല വരുന്നുണ്ട്. ആ വില്ലയിൽ രാജപ്പെണ്ണൻ തന്നെ ആയിക്കോട്ടെ മേൽനോട്ടക്കാരൻ, എന്താ അതുപോലെ? അയ്യോ ധാരാളം, ഒരുപാട് നന്ദിയുണ്ട് സാറേ. ഏതായാലും രാജപ്പെണ്ണൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കല്യാണിയൊക്കെ ഒരുപാട് പൈസ മേടിച്ചതാണല്ലോ. പിന്നെ അതേപോലെ തന്നെ കല്യാണിയുടെ അച്ഛനൊക്കെ, അതൊക്കെ കല്യാണിയൊക്കെ തിരിച്ചു തരികയും ചെയ്തു. പക്ഷേ എന്നാലും അത്യാവശ്യ സമയത്ത് രാജപ്പെണ്ണനാണല്ലോ ഞങ്ങൾ സഹായിച്ചത്. അപ്പോൾ പിന്നെ ആ ഒരു കടപ്പാടൊക്കെ ഒരിക്കലും ഞങ്ങൾ മറക്കാനായിട്ട് പോകുന്നില്ല രാജപ്പെണ്ണ. രാജപ്പെണ്ണന് ജോലി കൺഫേം ആണ് എന്ന് പറയാണ്. വളരെയേറെ നന്ദിയുണ്ട് സാറേ. രാജപ്പെണ്ണ, പോകുന്ന വഴിക്ക് എൻ്റെ വീടുണ്ടല്ലോ, അപ്പം നമുക്കൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോയാലോ? അയ്യോ വേണ്ട സാറേ, വിളിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്, ഞാൻ ഏതായാലും പോവാണെന്ന് പറഞ്ഞുകൊണ്ട് രാജപ്പെണ്ണൻ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ രതീഷിനോട്, രതീഷേ, രാജപ്പെണ്ണൻ്റെ സ്വഭാവം അപ്പാടെ മാറി, എല്ലാവരും നല്ലവരായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചില എണ്ണങ്ങളുണ്ട്, എത്ര കിട്ടിയാലും എത്ര കൊടുത്താലും പഠിക്കാത്ത ചില എണ്ണങ്ങൾ, അവരെ നന്നാക്കാൻ പറ്റുമെന്നോ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വീണ്ടും ആ ഓട്ടം ആരംഭിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുനെയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ നേരെ ടെറസിൻ്റെ മുകളിലേക്ക് വരികയാണ്. അപ്പോൾ താരയാണെങ്കിൽ ഡ്രസ്സെല്ലാം ഇങ്ങനെ കഴുകി ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് സരയുനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും താര ചോദിക്കുകയാണ്, എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും, ഞാനേ അമ്പലത്തിൽ പോവാണ്, എനിക്ക് അവിടെ പ്രാർത്ഥിക്കാനുണ്ട്, പിന്നെ ചില വഴിപാടുകളെല്ലാം നടത്താനുണ്ട്, തേങ്ങ ഉടക്കണം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താണ് വിശേഷമെന്ന് താര ചോദിക്കുകയാണ്. വിശേഷങ്ങൾ ഏതായാലും നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, കിരണിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. കിരണിനെ എനിക്ക് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നതെന്നും പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്തിനാണ് അങ്ങനെ ഒരു പ്രാർത്ഥന എന്ന് ചോദിക്കുകയാണ്. ഈ താരയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥന വേണം, കാരണം കല്യാണി കിരണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായാൽ മാത്രമേ എനിക്ക് കിരണിൻ്റെ ജീവിതത്തിലേക്ക് കയറിക്കൂടി പറ്റാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കിരണിനെ സ്വന്തമാക്കണം. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അതിന് നിങ്ങൾ എനിക്ക് വേണ്ടി കൂട്ടു നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇടഞ്ഞപ്പോഴേക്കും നമ്മുടെ താരയിരുന്ന് കരയാണ്. എന്തിനാ നിങ്ങൾ കരയുന്നത്? കല്യാണിക്ക് വേണ്ടിയോ? കല്യാണിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ കരയുന്നതെന്ന്? നിങ്ങൾ കരയേണ്ടത് എനിക്ക് വേണ്ടിയാണ്. നിങ്ങൾ പ്രസവിച്ച സ്വന്തം മകൾക്ക് വേണ്ടി, അല്ലാതെ അന്യമകൾക്ക് വേണ്ടിയല്ല നിങ്ങൾ കരയേണ്ടത്. ഇനി അഥവാ നിങ്ങൾ എന്നെ ചതിക്കാനാണ് പരിപാടിയെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഇരിക്കില്ല. കിരണിനെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കാരണം പിന്നെ ഈ മകള് നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടാവില്ല. ഈ മകൾ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ സരയു ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പം സരയിൻ്റെ ആ ഒരു പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ താരയ്ക്കാണെങ്കിൽ ആകെ പേടി തോന്നുക. അങ്ങനെയും പറഞ്ഞുകൊണ്ട് സരയു ഭയങ്കര ഒരു വാശിയോടുകൂടി തന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തിലേക്ക് ചെല്ലുക. അമ്പലത്തിലേക്ക് ചെന്ന് വിഘ്നേശ്വരൻ്റെ മുന്നിൽ നിന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വിഘ്നേശ്വര, തടസ്സങ്ങളെല്ലാം നീക്കി തരണേ, അച്ഛൻ പോയ കാര്യം സാധിക്കണമേ, അവള് എന്നേക്കുമായി അവസാനിക്കണമേ, ഇനി അതിലൊരു പാഴ്ചയും സംഭവിക്കരുതേ, എൻ്റെ അച്ഛൻ പോയ കാര്യം സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ വെച്ച തേങ്ങ ഭഗവാന്റെ മുന്നിൽ ഒറ്റ ഉടയ്ക്കലാണ്. എന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് കിരണില്ലാതെ ഇനി ജീവിതം മുന്നോട്ട് പോകില്ല. എൻ്റെ ജീവിതം നശിപ്പിച്ചവളെ എനിക്കും നശിപ്പിക്കണം, അവളെ ഇല്ലാതെയാകണം. എന്നാൽ മാത്രമേ ഭഗവാനെ എനിക്ക് എൻ്റെ കിരണിനെ കിട്ടുള്ളൂ എന്നാണ് നമ്മുടെ സരയു മനസ്സുരുകി ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സ്റ്റെഫിയാണ്. അപ്പോൾ സ്റ്റെഫി ആണെങ്കിൽ ഗുണ്ടകളോടെല്ലാം സംസാരിക്കുകയാണ്. ഈ പോലീസുകാരെ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് പോലും ഗംഗാപ്രസാദിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലല്ലോടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എങ്കിൽ പിന്നെ നമുക്ക് ആ പോലീസുകാർക്ക് കുറച്ച് കൈക്കൂലിയൊക്കെ കൊടുത്താലോ എൻ്റെ സ്റ്റെഫി എന്ന് ചോദിക്കുക. കൈക്കൂലിയൊന്നും മേടിക്കുന്ന ഒരു കൂട്ടത്തിലല്ല ആള്. അയാളുടെ കയ്യിലേക്ക് ഒരു കേസ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൈക്കൂലി മേടിക്കാതെ തന്നെ അയാൾ നല്ല അടിപൊളിയായിട്ട് അന്വേഷണം നടത്തും. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ കിരണിനെയും കല്യാണിയെയും തീർക്കാനായിട്ട് ഞാൻ ഒറ്റൊരുത്തി മതി. എൻ്റെ ഗംഗ എവിടെയാണെന്നും അവൻ എന്ത് സംഭവിച്ചുവെന്നും ഒക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എനിക്കറിയാം. ഞാനിനി ജയിലിലേക്ക് പോകാനായിട്ട് അധികം ദിവസമില്ല, പെട്ടെന്ന് തന്നെ എനിക്ക് പോകേണ്ടി വരും. അതിനു മുമ്പ് തന്നെ ഗംഗയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണ് കളിച്ചത്?
എന്ത് പറ്റി ഗംഗയ്ക്ക് എന്നൊക്കെ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും നമുക്ക് കണ്ടെത്തും, ഗംഗയ്ക്ക് എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടെത്തും എന്നൊക്കെ ഇങ്ങനെ സ്റ്റെഫിയോട് ബാക്കിയുള്ളവരും സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണി. അപ്പോൾ കല്യാണി നേരെ ഒരുങ്ങിയിട്ടൊക്കെ വരികയാണ്. കിരണും അതേപോലെ ഒരുങ്ങിയിട്ട് വരികയാണ്. കാരണം ഇനിയിപ്പോൾ കല്യാണിക്ക് വലിയൊരു അപകടം സംഭവിക്കാനായിട്ട് പോവുകയാണല്ലോ. കല്യാണി അതെ, നീ പോകുന്നത് സരയു പുതിയതായി കൺസ്ട്രക്ട് ചെയ്ത ആ ഒരു സൈറ്റിലേക്കല്ലേ? അതേ കിരണേട്ടാ. ഞാനും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ആണോ കിരണേട്ടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കുകയാണ്. ഒരുമിച്ച് പോകാം, പക്ഷേ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഓഫീസിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും കൂടി സൈറ്റിലേക്ക് പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് മതി കിരണേട്ടാ, അതിനെന്താ ഇപ്പോൾ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഏതായാലും സരയു കൺസ്ട്രക്ട് ചെയ്ത ഒരു ഇതാണല്ലോ. പിന്നെ നിന്നെ എനിക്ക് എവിടെയും ഒറ്റയ്ക്ക് വിടാനായിട്ട് പേടിയാണ് കല്യാണി. ബേഗാസുരൻ പുറത്തിറങ്ങിയിരിക്കുകയാണല്ലോ. എന്തും ഏതും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം കല്യാണി. ഇതൊക്കെ കിട്ടിയപ്പോഴേക്കും കിരണേട്ടാ, എന്നെക്കുറിച്ച് ഓർത്തൊന്നും എനിക്ക് പേടിയില്ല. പേടിക്കേണ്ടവന് നേരത്തെ തീർന്നു. അത് നമ്മുടെ മുറ്റത്ത് മണ്ണിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ പേടിക്കുന്ന കിരണേട്ടാ? പിന്നെ മനോഹർ, അവൻ്റെ സ്വഭാവം എപ്പോഴേ മാറിക്കഴിഞ്ഞു. ഇനി ആരെയും ഈ ബഗാസുരനെ പോലൊരുത്തനെ പേടിക്കേണ്ട കാര്യമില്ല കിരണേട്ട എന്നും പറയണ കല്യാണി. നീ വിചാരിക്കുന്ന പോലെയല്ല കല്യാണി. തക്കം കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് നേരെ ആയുധം ഇറക്കാനായിട്ട് ഈ ബഗാസുരന് ഒരു മടിയില്ല. അതുകൊണ്ട് നമ്മളുടേതായ രീതിയിൽ സൂക്ഷിച്ചേ മതിയാവുള്ളൂ കല്യാണി. നിന്നെ ഞാൻ ഏതായാലും ഒറ്റക്ക് വിടുന്ന പ്രശ്നമില്ലെന്നൊക്കെ പറയണം. ഈ കിരണേട്ടൻ്റെ കാര്യം അതൊന്നും സാരമില്ല. പിന്നെ കിരണേട്ടാ, ഈ സരയുവിൻ്റെ കൺസ്ട്രക്ട് ചെയ്ത ആ ബിൽഡിംഗ് ഇല്ലേ, അത് ഭയങ്കര രസമോ കാണാനായിട്ട്. അതിൽ കുറേയൊക്കെ നോക്കണം, എന്നാൽ മാത്രമേ എനിക്ക് എങ്ങനെ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒന്നും നടക്കില്ല. സരയു അത്ര ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അതെല്ലാം ചെയ്ത് കൂട്ടിയിരിക്കുന്നതെന്നൊക്കെ കല്യാണിയും പറയാ. ഏതായാലും നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. പിന്നെന്താ, നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് ഇറങ്ങി നേരെ കമ്പനിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ കമ്പനിയിലെ സെക്യൂരിറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കിരൺ സെക്യൂരിറ്റി നോക്കി ഒന്ന് ചിരിച്ചിട്ട്, എങ്ങനെയുണ്ട് ചേട്ടാ, ജോലിയെല്ലാം എളുപ്പമാണോ? ശമ്പളമൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതിനെന്താ സാറേ, നിങ്ങളൊക്കെ ശമ്പളം അടിപൊളിയായിട്ട് തന്നെ കറക്റ്റ് സമയത്തല്ല തരുന്നത്. അതുകൊണ്ട് വീട്ടിലൊന്നും ഒരു ചെലവില്ലാതെ അങ്ങോട്ട് കഴിഞ്ഞു പോകുന്നു. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല സാറേ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും നമ്മുടെ കല്യാണാണെങ്കിൽ, അതെ കിരണേട്ടാ, എല്ലാ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കണം. എന്നിട്ട് ആ പൈസ എല്ലാം ശേഖരിച്ചു വെക്കണം. അടുത്ത വിഷുവിന് ആ പൈസ ഒരു എമൗണ്ട് ആയിട്ട് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കിരണാണ്, കല്യാണി അതെല്ലാം നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. നീ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തോ. അതിന് യാതൊരു തടസ്സവും. അപ്പോഴേക്കും ഈ സെക്യൂരിറ്റി ആണെങ്കിൽ, അതൊരു നല്ല കാര്യം തന്നെയാണ് മേഡം. അങ്ങനൊരു എമൗണ്ട് ഒന്നിച്ച് കയ്യിലേക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഉപകാരപ്പെടും മേഡം. അതൊരു നല്ലൊരു ഐഡിയ ആണ്. ശരി ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി നേരെ അകത്തേക്ക് കയറി. പക്ഷെ സരയു ഇവരുടെ വർത്തമാനെല്ലാം കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വരുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സരയു നേരെ ഓടി ചെന്നൊക്കെ ചേറിൽ അങ്ങോട്ട് ഇരിക്കുകയാണ്. സരയു ഭയങ്കര വൈരാഗ്യം കൊണ്ടിട്ട് തന്നെയാണ്. അവളും കൂടി സംസാരിക്കുന്ന കണ്ടില്ലേ? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. പക്ഷേ അവളുടെ അവസാന ദിവസമാണല്ലോ ഇന്ന്. അതുകൊണ്ട് അവൾ സംസാരിച്ചോട്ടെ എന്ന് പറയാ. അങ്ങനെ കിരണും കല്യാണിയും കൂടി ആ ഒരു ചെയറിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത ആ ഒരു പ്ലാന് നമ്മുടെ ഈ കിരൺ നോക്കുക. അത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കിരൺ ഭയങ്കര രസമുണ്ടല്ലോ കാണാനായിട്ട്, നല്ല അടിപൊളിയാണല്ലോ എന്നൊക്കെ പറയാണ്. അതെ കിരണേട്ടാ, നല്ല അടിപൊളി തന്നെയാണ്. പിന്നെ വളരെയേറെ ബഡ്ജറ്റ് കുറച്ച് തന്നെയാണ് നമ്മുടെ സരയു ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ കസ്റ്റമർ ആണെങ്കിൽ ഹാപ്പിയാണ്. അതാണ് ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ കല്യാണി പറയാണ്. ഏതായാലും സരയു നന്നായിട്ട് പുരോഗമിച്ചിട്ടുണ്ടല്ലേ കല്യാണി? പിന്നെ അല്ലാതെ കിരണേട്ടാ, നന്നായിട്ട് തന്നെ പുരോഗമിച്ചിട്ടുണ്ട്. ഞാനൊന്ന് അവളെ ഒന്ന് വിളിക്കട്ടെ. അങ്ങനെ കിരണിൻ്റെ കോള് വരികയാണ് നമ്മുടെ സരയുവിൻ്റെ ഫോണിലേക്ക്. അപ്പോൾ കിരണിൻ്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചു പോയി. എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ കല്യാണിയുടെ ഒപ്പം സൈറ്റിലേക്ക് പോകാൻ വേണ്ടി പറയാൻ വേണ്ടിയാണ് അവൻ വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. കിരണേ, സരയു ഇങ്ങോട്ട് ഒന്ന് വന്നേ സരയു എന്ന് പറയാണ്. അങ്ങനെ സരയു നേരെ അങ്ങോട്ട് ചെല്ലുക. അപ്പം നോക്കുമ്പോൾ കിരണും കല്യാണിയും കൂടി ചേർന്നിരുന്ന് സംസാരിക്കുന്ന രംഗമാണ് സരയു കാണുന്നത്. ഇത് കണ്ട് സരയുവിനെ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. സരയു ആണെങ്കിൽ, സംസാരിക്കടി, നീ സംസാരിക്ക്.
ഹാ, നിന്നെ അവസാനമായിട്ട് ഞാൻ കൺകുളിർക്കി ഒന്ന് കാണട്ടെ. ഇനി ഈ ഒരു അവസ്ഥയിൽ നിന്നെ കാണാൻ എനിക്ക് പറ്റിയില്ലെങ്കിലോ എന്ന് സരയു ഇങ്ങനെ കല്യാണി നോക്കി പറയുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നോക്കി കഴിയുമ്പോഴേക്കും സരയു വന്നിരിക്കുന്നത്. ആഹാ, സരയു വന്നല്ലോ. സരയു, നിന്റെ കൺസ്ട്രക്ഷൻ ഇല്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ കസ്റ്റമറും ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അവർക്കും തൃപ്തികരമായ ഒരു പ്ലാനാണ് നീ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയണം. അത് പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കിരണേ എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി അതിൻ്റെ ഇന്ത്യയിലെ വർക്കും കൂടി ആയി കഴിയുമ്പോഴേക്കും അടിപൊളിയായിരിക്കും എന്നൊക്കെ കല്യാണിയും കിരണും പറയണം. പിന്നെ ഞങ്ങളങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നിനക്ക് തിരക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സരയാണല്ലോ, എനിക്ക് തിരക്കുണ്ട്, എനിക്ക് 3-4 പ്ലാനുകളെല്ലാം വരക്കാനുണ്ട് കിരൺ, അതൊക്കെ വരച്ചു തീർക്കണം. എനിക്കറിയായിരുന്നു സരയു, അതുകൊണ്ടാണ് ഞാൻ കല്യാണിയോട് പറഞ്ഞത്, കല്യാണി നീ സരയുവിനെ കൂടെ വിളിക്കണ്ട, ഞാൻ കൂടെ വന്നോളാം എന്ന്. അതുകൊണ്ട് ഞാൻ ഏതായാലും കല്യാണിക്കൊപ്പം സൈഡിലേക്ക് പോകാമെന്ന് പറയാം. ഇത് കേട്ട് സരയു ആകെ ഞെട്ടിപ്പോവാണ്. ദൈവമേ, കിരൺ കൂടെ പോയി കഴിഞ്ഞാൽ ആകെ പണി പാളുമെന്ന് നമ്മുടെ സരയുവിന് നന്നായിട്ട് തന്നെ മനസ്സിലാകുക തന്നെ ചെയ്യാണ്. അപ്പോൾ സരയു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, കല്യാണി പോവുകയാണോ, അപ്പോൾ കിരണൻ കുട്ടിയാണോ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, അത് തന്നെയാണ് പോകുന്നത്. അപ്പോഴേക്കും കിരണാണെങ്കിൽ നമുക്കേ ഈ ഒരു ബിൽഡിങ്ങിലെ നല്ല പ്രോഫിറ്റ് കിട്ടും, അതിലൊരു വിഹിതം നിനക്ക് തരാൻ തന്നെയാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയു ഇങ്ങനെ അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.